ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ട്രിപ്പ് കണ്ണൂർ എയർപോർട്ടിലേക്കാണ്. റംഷി വരുന്നുണ്ട്, അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മളിപ്പോൾ ഉള്ളത് മട്ടന്നൂരാണ്. നമ്മളിപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റംഷി വരുന്നുണ്ട്, അവനെ കൂട്ടാൻ വേണ്ടി പോവാ. കണ്ണൂർ വിമാനത്താവളം, കണ്ണൂർ എയർപോർട്ട്. അങ്ങനെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഗേറ്റിലെത്തിയിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് എൻട്രിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇങ്ങോട്ടല്ലേ? നേരെ ഇങ്ങോട്ട് റൈറ്റ്. വിമാനത്തിൻ്റെ മോഡൽ. എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടിലുള്ള നമ്മൾ റംഷീനെ കാത്തിരിക്കുക. ഇൻ്റർനാഷണൽ അറൈവലിലേക്ക് പോവാണ് നമ്മൾ. എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്. ആ ഡിപ്പാർച്ചർ സൈഡിലാണ് മോള്. വെള്ളത്തിൽ കൊണ്ട് കറക്റ്റ് തുള്ളി അല്ലേ? ഫ്ലൈറ്റിൻ്റെ ചാർട്ടിങ് അവിടെ അവിടെ നോക്കാം. ദോഹ ഫ്ലൈറ്റ്, ദോഹ ഫ്ലൈറ്റ് ടെർമിനൽ അറൈവൽസ്. എന്താ ഫ്ലൈറ്റ് എത്തിയിട്ടില്ല. എയർപോർട്ടാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റ് നോക്കാം. ഡീറ്റെയിൽസ് വന്നിട്ടില്ലല്ലോ. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. പോളോ ഫാർമസീൻ്റെ കൗണ്ടറൊക്കെ ഉണ്ട്. കുറേ CSF കണ്ണുണ്ട്. ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ട്. ദുബായ്, ദോഹ കൺഫേം. അയ്യോ, ദോഹ ഫ്ലൈറ്റ് ലേറ്റ് ഉണ്ട് തോന്നല്ലോ. ഉണ്ട് കണ്ട്. ഓ, ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്. നമുക്ക് വേണ്ട സാധനം ദോഹ ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് എവിടെ? നമുക്ക് ദോഹ ഫ്ലൈറ്റാണ്. ദോഹ ടു കണ്ണൂരാണ്. യെസ്, ഫ്ലൈറ്റ് ഡിലേ ആണ്. 3:10. ബെൽറ്റ് 2 ഡിലേ ആമനെ. ഇൻഡിഗോന് ലാസ്റ്റ് കാണുന്നില്ലേ? അതെ, നേരത്തെ കണ്ടേ, തൊട്ട് മുമ്പേ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റൊന്നും ഒറ്റയിടാത്തോണ്ട് ആരും ഇല്ലല്ലേ? ഫ്ലൈറ്റൊന്നും ഇല്ല. അതാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണാൻ. CSF എന്തൊക്കെയോ മീറ്റിംഗ് ഒക്കെ കൂടുക. CSF സ്നാക്സ്. മീറ്റിംഗ്. എയർപോർട്ടിൽ പോയിട്ട് 50 ഉറുപ്പ്യൻ്റെ കോഫിയാണ് വാങ്ങി കുടിക്കുന്നതിന്.
സാധാ കോഫി എയർപോർട്ടിലെത്തുമ്പോൾ 50 രൂപയാവും. കരവിലൊന്നും ആൾക്കാരൊന്നുമില്ല. കാരണം ഒന്നും എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടായിരിക്കണം. ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഞങ്ങൾ കോഫി വാങ്ങി കുടിച്ചത്. സീപ്പറി ഫ്ലൈറ്റ് പിന്നെ 2 ഫ്ലൈറ്റാണ് നിർത്തിയിരിക്കുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങുന്നേ. ഇറങ്ങി ഖത്തർ എയർവേസാണല്ലോ അല്ലേ? ഖത്തർ എയർവേസ് വന്നല്ലേ? റംഷി വന്ന ഫ്ലൈറ്റ് ഖത്തർ എയർവേസിന് ഫ്ലൈറ്റ് നമ്മുടെ കണ്ടിട്ടുണ്ടായില്ലേ ഇറങ്ങുന്നേ. ഇവിടെ ഇപ്പോൾ 2 ഫ്ലൈറ്റ് നിർത്തിയിട്ട് കാണുന്നുണ്ട്. ഒന്ന് ഗോ എയറിൻ്റെയും ഒന്ന് നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ്സും. നമുക്ക് താഴെ എറേവലിലേക്ക് പോവാം. റംഷി കഥാ പോകുന്നു. പൈലറ്റുമാർ പുറത്തേക്ക് വന്നു. ഇവർ 2 പൈലറ്റുമാർ ഇപ്പോൾ വന്ന ഫ്ലൈറ്റിൽ. ഇന്ത്യൻ പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ ആശാൻ കഥാപാത്രത വരുന്നത്. ആശാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളെ നീണ്ട 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താ ആശാനെ? എന്താണ്? അങ്ങനെ ആശാനെ റിസീവ് ചെയ്ത് ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. വണ്ടി വെയിറ്റിംഗ് ആണ്.